നമസ്കാരം. കേട്ടറ്റ് സിംപ്ലിഫൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പേപ്പർ 105 ഗണിതം പഠനവും ബോധനവും. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 20 MCQ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായി ഗണിതശാസ്ത്രം എന്തിന്? സംഖ്യകളിലൂടെ ലോകത്തെ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നതാണ് ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. ഇവിടെ സംഖ്യകളിലൂടെയാണ് ലോകത്തെ വിശകലനം ചെയ്യുക, വ്യാഖ്യാനിക്കുകയും ചെയ്യുക. ഇതാണ് അടിസ്ഥാന സ്വഭാവം. ഒരു ഭാഷയെ കണക്കാക്കുമ്പോൾ ഗണിതത്തിലെ ചുരുക്കെഴുത്തുകൾ, ഗ്രാഫുകൾ, ചിത്രങ്ങൾ എന്നിവയിലൂടെ ആശയവിനിമയം വളരെ വേഗത്തിൽ സാധ്യമാകുന്നു. ഒരു ഭാഷയായിട്ട് വേണമെങ്കിലും ഗണിതത്തെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതിൽ ഒരുപാട് ചുരുക്കെഴുത്തുകളും ഗ്രാഫുകളും ചിത്രങ്ങളും ഒക്കെ ആശയവിനിമയത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഉപകരണമായി നിത്യജീവിതത്തിലെ കുടുംബ ബജറ്റ് തയ്യാറാക്കൽ, പണമിടപാടുകൾ, വിവിധ തൊഴിൽ മേഖലകൾ എന്നിവയിൽ ഗണിതം സുപ്രധാന ഉപകരണമായി വർത്തിക്കുന്നു. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും ആവശ്യമായ ഒരു കാര്യമാണ് ഗണിതം. നമ്മൾ ഏതൊരു കാര്യം എടുത്താലും അതിൽ ഒരു ഗണിതം കാണും. പ്രധാനമായിട്ടും കുടുംബ ബജറ്റ് തയ്യാറാക്കൽ, സാധനം വാങ്ങുന്നത് അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുന്നത്, പിന്നെ ജോലിയിൽ എല്ലായിടത്തും നമുക്ക് എന്താവശ്യമാണ്? ഗണിതം ആവശ്യമാണ്. ഗണിതത്തിലെ യുക്തിചിന്തയും ദൃശ്യവൽക്കരണവും. യുക്തിചിന്ത, ലോജിക്കൽ തിങ്കിങ്. എണ്ണൽ സംഖ്യകൾ യുക്തിപരമായി രൂപപ്പെടുത്തുന്നത് പോലെ ഗണിത പഠനം ഒരാളുടെ ബുദ്ധിപരമായ എല്ലാ കഴിവുകളും വികസിപ്പിക്കുന്നു. ചിന്താശേഷി കൂടുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം കൂടുകയും ചെയ്യും. മാത്രമല്ല ഉള്ള ന്യൂറോൺസ് കൂടുതൽ പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിക്ക് ബുദ്ധിപരമായ വികാസം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ചിന്തയുടെ ഗണിതവൽക്കരണം. NCF 2005 പ്രകാരം ഗണിത പഠനത്തിൻ്റെ പ്രധാന ഉദ്ദേശമാണിത്. അതായത് ചിന്തയുടെ ഗണിതവൽക്കരണം. അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് യുക്തിപൂർവ്വം നിഗമനങ്ങൾ എത്താനുള്ള കഴിവ്. അതായത് ചെറിയ ചെറിയ ക്ലോസിൽ നിന്ന് തന്നെ ചിന്തിച്ച് ഒരു നിഗമനത്തിലെത്താനുള്ള കഴിവ്. ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ. അമൂർത്ത ആശയങ്ങളെ മൂർത്തമാക്കുന്നതിലൂടെ. ഉദാഹരണം, സംഖ്യകളെ മുത്തുമായി ബന്ധിപ്പിക്കൽ. പ്രശ്നപരിഹാരം എളുപ്പമാക്കുന്നു. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ എണ്ണങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ കാണിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണം, 2 എന്ന നമ്പർ പറയുമ്പോൾ 2 മുത്തുകൾ, അതുപോലെ തന്നെ 2 മിഠായികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അതായത് അമൂർത്ത ആശയങ്ങളെ മൂർത്തമാക്കാൻ സാധിക്കും. ഗണിതം, കൃത്യതയും സൂക്ഷ്മതയും. കൃത്യത അല്ലെങ്കിൽ ആക്യുറസി. ഗണിതശാസ്ത്രം വസ്തുതകളെ കൃത്യമായി ആവിഷ്കരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന അളവ് ശരിയായ അളവിന് എത്രമാത്രം അടുത്താണ് എന്നതനുസരിച്ച് കൃത്യത നിർണ്ണയിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, ഒരാൾ ഓടിയ സമയം 10 സെക്കൻഡ് എന്ന് പറയുന്നതിനേക്കാൾ 10.25 സെക്കൻഡ് എന്ന് പറയുമ്പോൾ കൃത്യത കൂടുന്നു. സൂക്ഷ്മത അല്ലെങ്കിൽ പ്രസിഷൻ. ചെയ്യുന്ന കാര്യത്തിൻ്റെ കൃത്യതയുണ്ടാവാൻ പുലർത്തുന്ന ശ്രദ്ധ അഥവാ ജാഗ്രതയാണ് സൂക്ഷ്മത. സൂക്ഷ്മത ഗുണപരമാണ്, എന്നാൽ കൃത്യത അങ്ങനെയാണോന്നില്ല. ഗണിത പഠനത്തിലൂടെ ആർജിക്കുന്ന സൂക്ഷ്മതയും വേഗതയും ചിട്ടയും ഏത് തൊഴിൽ മേഖലയിലും തികച്ചും ഗുണകരമായി മാറുന്നു. അപ്പോൾ ഗണിത പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന 2 ഗുണങ്ങളാണ് കൃത്യതയും സൂക്ഷ്മതയും. ഇത് രണ്ടും ഏതൊരു തൊഴിൽ മേഖലയിലും ഏറ്റവും ഗുണകരമായിട്ട് മാറാനുള്ള കഴിവുകളാണ്. ഇത് നമുക്ക് ഗണിതത്തിലൂടെ ആർജിക്കാൻ കഴിയുന്നതാണ്. കൃത്യത, സൂക്ഷ്മത, ആക്യുറസി ആൻഡ് പ്രസിഷൻ. 4. ഗണിത പഠനത്തിലൂടെ നേടുന്ന മൂല്യങ്ങൾ. ഒന്നാമതായി, പ്രായോഗിക തൊഴിൽ മൂല്യം. നിത്യജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ഭാവിയിൽ ഏത് തൊഴിലിലും കൃത്യതയും ചിട്ടയും പാലിക്കാനും സഹായിക്കുന്നു. സാമൂഹിക സാംസ്കാരിക മൂല്യം. സഹകരണ മനോഭാവം വളർത്തുകയും ഗണിത പസിലുകൾ വഴി സാംസ്കാരികവും ഭൗതികവുമായ വിശ്രമ വിനോദം സാധ്യമാക്കുകയും ചെയ്യുന്നു. ദേശീയ സാർവദേശീയ മൂല്യം. ആര്യഭടൻ, രാമാനുജൻ തുടങ്ങിയവരിലൂടെ ദേശീയബോധവും യൂക്ലിഡ്, പൈതഗോറസ് എന്നിവരിലൂടെ സാർവദേശീയ ചിന്തയും വളർത്തുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഗണിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മൂല്യങ്ങൾ ഇതൊക്കെയാണ്. പ്രായോഗിക തൊഴിൽ മൂല്യം, സാമൂഹിക സാംസ്കാരിക മൂല്യം, ദേശീയ സാർവദേശീയ മൂല്യം. നമുക്കിനി MCQ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ചോദ്യം 1. ദേശീയ വിദ്യാഭ്യാസ രേഖ അതായത് NCF 2005 പ്രകാരം ഗണിത പഠനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ A, വേഗത്തിൽ കണക്ക് കൂട്ടാനുള്ള കഴിവ്. ഓപ്ഷൻ B, ചിന്തയുടെ ഗണിതവൽക്കരണം. ഓപ്ഷൻ C, ഉയർന്ന മാർക്ക് നേടൽ.
ഓപ്ഷൻ ഡി സൂത്രവാക്യങ്ങൾ മനഃപ്പാഠമാക്കൽ. ശരിയായ ഉത്തരം ചിന്തയുടെ ഗണിതവൽക്കരണം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ചിന്തയുടെ ഗണിതവൽക്കരണം. മാത്തമാറ്റിസേഷൻ ഓഫ് തോട്ട്. ചോദ്യം 2. ഒരു ഗണിതശാസ്ത്രജ്ഞൻ ഒരു കലാകാരനെയോ കവിയെയോ പോലെ പാറ്റേണുകൾ നിർമ്മിക്കുന്നയാളാണ് എന്ന് പറഞ്ഞതാരെ? ഓപ്ഷൻ എ യൂക്ലിഡ്, ഓപ്ഷൻ ബി റോജർ ബേക്കൺ, ഓപ്ഷൻ സി GH ഹാർഡി, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി GH ഹാർഡി. GH ഹാർഡിയാണ് ഒരു ഗണിതശാസ്ത്രജ്ഞൻ ഒരു കലാകാരനെയോ കവിയെയോ പോലെ പാറ്റേണുകൾ നിർമ്മിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞത്. ചോദ്യം 3. ഗണിതത്തിന്റെ അടിസ്ഥാന സ്വഭാവം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ യുക്തിപരമായ ഘടന, ഓപ്ഷൻ ബി അമൂർത്ത സ്വഭാവം, ഓപ്ഷൻ സി കൃത്യതയും സൂക്ഷ്മതയും, ഓപ്ഷൻ ഡി ആത്മനിഷ്ഠത അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി. ഇതിലെ ശരിയായ ഉത്തരം ആത്മനിഷ്ഠത. ഓപ്ഷൻ ഡി ആണ് സബ്ജക്റ്റിവിറ്റി. ഗണിതം എപ്പോഴും വസ്തുനിഷ്ഠമാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്. ചോദ്യം 4. ഗണിത പഠനത്തിലൂടെ കുട്ടികളിൽ സഹകരണ മനോഭാവം, ജനാധിപത്യ മനോഭാവം എന്നിവ വളർത്തുന്നത് ഏത് മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ മനഃശിക്ഷണ മൂല്യം, ഓപ്ഷൻ ബി സാംസ്കാരിക മൂല്യം, ഓപ്ഷൻ സി സാമൂഹിക മൂല്യം, ഓപ്ഷൻ ഡി തൊഴിൽപരമായ മൂല്യം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് സാമൂഹിക മൂല്യം. കുട്ടികളിൽ സോഷ്യൽ വാല്യൂസ് ആണ് കൂടുതലായിട്ട് വളർത്താൻ കഴിയുക. ചോദ്യം 5. സംഖ്യകളിലൂടെ ലോകത്തെ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നത് എന്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്? ഓപ്ഷൻ എ ഭൂമിശാസ്ത്രത്തിൻ്റെ, ഓപ്ഷൻ ബി ഗണിതത്തിൻ്റെ, ഓപ്ഷൻ സി ചരിത്രത്തിൻ്റെ, ഓപ്ഷൻ ഡി ഭാഷയുടെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഗണിതത്തിൻ്റെ. ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാന സ്വഭാവം സംഖ്യകളിലൂടെ ലോകത്തെ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നതാണ് ഗണിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. ചോദ്യം 6. എണ്ണൽ സംഖ്യകൾ യുക്തിപരമായി രൂപപ്പെടുത്തിയിരിക്കുന്നത് ഏത് സംഖ്യയുടെ ആവർത്തിച്ചുള്ള സങ്കലനത്തിലൂടെയാണ്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 10. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1 എന്നാണ്. എണ്ണൽ സംഖ്യകളെല്ലാം തന്നെ 1ൻ്റെ ആവർത്തിച്ചുള്ള സങ്കലനത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. 1 + 1 2 വരും, 2 + 1 3 വരും, അങ്ങനെ 1 വെച്ചാണ് കൂടി പോകാറുള്ളത്. ചോദ്യം 7. പ്രായോഗിക ജീവിതത്തിൽ അമിതമായ പലിശയ്ക്ക് പണം കടം വാങ്ങാതിരിക്കുക, മിതവ്യയ ശീലം ഉറപ്പാക്കുക എന്നിവ ഗണിതത്തിന്റെ ഏത് മൂല്യം വ്യക്തമാക്കുന്നു? ഓപ്ഷൻ എ പ്രായോഗിക മൂല്യം, ഓപ്ഷൻ ബി സാംസ്കാരിക മൂല്യം, ഓപ്ഷൻ സി സൗന്ദര്യാത്മക മൂല്യം, ഓപ്ഷൻ ഡി മനഃശിക്ഷണ മൂല്യം. ഇതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മനഃശിക്ഷണ മൂല്യം അല്ലെങ്കിൽ ഡിസിപ്ലിനറി വാല്യൂ. ചോദ്യം 8. മാത്തമാറ്റിക്സ് ഈസ് ദ മ്യൂസിക് ഓഫ് റീസൺ എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ഡീൻ ഷ്ലിറ്റർ, ഓപ്ഷൻ ബി ആൻഡ്രൂ വൈൽസ്, ഓപ്ഷൻ സി ജെയിംസ് ജോസഫ് സിൽവസ്റ്റർ, ഓപ്ഷൻ ഡി ശകുന്തള ദേവി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജെയിംസ് ജോസഫ് സിൽവസ്റ്റർ. ചോദ്യം 9. ഗണിതാശയങ്ങൾക്കും ചിന്തകൾക്കും ജാമിതീയ പരിപ്രേക്ഷ്യം നൽകി അമൂർത്ത ആശയങ്ങളെ അവതരിപ്പിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ സാമാന്യവൽക്കരണം, ഓപ്ഷൻ ബി ദൃശ്യവൽക്കരണം, ഓപ്ഷൻ സി അപഗ്രഥനം, ഓപ്ഷൻ ഡി ഉദ്ഗ്രഥനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദൃശ്യവൽക്കരണം. വിഷ്വലൈസേഷൻ ആണ് ശരിയായ ഉത്തരം. ചോദ്യം 10. കുടുംബ ബജറ്റ് തയ്യാറാക്കാനും കടയിൽ സാധനങ്ങൾ വാങ്ങാനും ഗണിതം ഉപയോഗിക്കുന്നത് ഏത് മൂല്യത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ബുദ്ധിപരമായ മൂല്യം, ഓപ്ഷൻ ബി സാമൂഹിക മൂല്യം, ഓപ്ഷൻ സി പ്രായോഗിക മൂല്യം, ഓപ്ഷൻ ഡി തൊഴിൽപരമായ മൂല്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രായോഗിക മൂല്യം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വാല്യൂ. ഈ മൂല്യം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണക്ക് അല്ലെങ്കിൽ ഗണിതം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ചോദ്യം 11. ഭാരതത്തിലെ പ്രാചീന ഗണിതശാസ്ത്രജ്ഞരായ ആര്യഭടൻ, ഭാസ്കരാചാര്യർ എന്നിവരെ കുറിച്ച് പഠിക്കുന്നത് വിദ്യാർത്ഥികളിൽ ഏത് മൂല്യമാണ് വളർത്തുന്നത്? ഓപ്ഷൻ എ സാർവദേശീയ മൂല്യം, ഓപ്ഷൻ ബി
തൊഴിൽപരമായ മൂല്യം, ഓപ്ഷൻ സി ദേശീയ മൂല്യം, ഓപ്ഷൻ ഡി മനഃശിക്ഷണ മൂല്യം. ഇതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദേശീയ മൂല്യമാണ്, അല്ലെങ്കിൽ നാഷണൽ വാല്യൂ. ലോകത്ത് ഗണിതശാസ്ത്രത്തിൽ ഏറ്റവും അധികം സംഭാവനകൾ നൽകിയത് നമ്മുടെ രാജ്യമായ ഭാരതമാണ്. ഇതിൽ ഭാരതത്തിലെ പ്രാചീന ഗണിതശാസ്ത്രജ്ഞരായ ആര്യഭടൻ, ഭാസ്കരാചാര്യർ എന്നിവരുടെ സംഭാവനകൾ വളരെ വലുതാണ്. ഈ ചരിത്രങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇവരെ പറ്റി പഠിക്കുമ്പോൾ മാത്രമാണ്. ഇത് നമ്മുടെ കുട്ടികളിൽ ദേശീയ മൂല്യം എന്നൊരു മൂല്യം വളർത്തുവാൻ ഇടയാക്കുന്നുണ്ട്. ചോദ്യം 12. മയിലിന്റെ ശിരസിലെ ചൂട പോലെയും സർപ്പത്തിന്റെ മാണിക്യം പോലെയും വേദശാസ്ത്രങ്ങളുടെ ഇടയിൽ ഗണിതം ശോഭിക്കുന്നു എന്ന് പരാമർശിച്ചിരിക്കുന്ന പ്രാചീന ഗ്രന്ഥം. ഓപ്ഷൻ എ ആര്യഭട്ടീയം, ഓപ്ഷൻ ബി ലീലാവതി, ഓപ്ഷൻ സി തന്ത്രസംഗ്രഹം, ഓപ്ഷൻ ഡി വേദാംഗ ജ്യോതിഷം. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വേദാംഗ ജ്യോതിഷം. വേദാംഗ ജ്യോതിഷം BC 1200 എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതൊരു പ്രാചീന ഗ്രന്ഥമാണ്. ഇതിലാണ് ഗണിതത്തെ പറ്റി ഇത്രയും മഹത്തായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മയിലിന്റെ ശിരസിലെ ചൂട പോലെയും സർപ്പത്തിന്റെ മാണിക്യം പോലെയും വേദശാസ്ത്രങ്ങളുടെ ഇടയിൽ ഗണിതം ശോഭിക്കുന്നു. അതായത് ഗണിതം എല്ലാ ശാസ്ത്രങ്ങളിലും ഏറ്റവും മഹനീയമായത് എന്നാണ് ഇവിടെ പറയുന്നത്. ചോദ്യം 13. ഗണിത പ്രശ്നങ്ങളുടെ അപഗ്രഥനത്തിനും നിർദ്ധാരണത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതമായ മാനസിക ശേഷി ഏത്? ഓപ്ഷൻ എ ഓർമ്മശക്തി, ഓപ്ഷൻ ബി യുക്തിചിന്ത, ഓപ്ഷൻ സി വായനാശീലം, ഓപ്ഷൻ ഡി ഭാവന. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യുക്തിചിന്ത, അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്. ഗണിത പ്രശ്നങ്ങളും അവ പരിഹരിക്കാനുള്ള രീതികളും നമുക്ക് ലോജിക്കൽ തിങ്കിങ് വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ. ചോദ്യം 14. വിശ്രമസമയ വിനോദമെന്ന നിലയിൽ ഗണിത പ്രവർത്തനങ്ങളും പസിലുകളും ചെയ്യുന്നത് ഗണിതത്തിന്റെ ഏത് മൂല്യത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ സാംസ്കാരിക മൂല്യം, ഓപ്ഷൻ ബി തൊഴിൽപരമായ മൂല്യം, ഓപ്ഷൻ സി സാമൂഹിക മൂല്യം, ഓപ്ഷൻ ഡി മനഃശിക്ഷണ മൂല്യം. ഇതിൽ ശരിയായ ഉത്തരം സാംസ്കാരിക മൂല്യമാണ്, ഓപ്ഷൻ എ, അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂ. ചോദ്യം 15. ഗണിതം ഒരു നല്ല ആശയവിനിമയ ഉപാധിയായി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടൂളായി മാറാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ എ വലിയ അക്കങ്ങൾ, ഓപ്ഷൻ ബി സങ്കീർണമായ പദങ്ങൾ, ഓപ്ഷൻ സി ഗ്രാഫുകൾ, ഓപ്ഷൻ ഡി കവിതകളും കഥകളും. ഇവിടെ ശരിയുത്തരം ഓപ്ഷൻ സി ഗ്രാഫുകൾ, പട്ടികകൾ, ചിത്രങ്ങൾ, രൂപങ്ങൾ, ചിഹ്നങ്ങൾ. അതായത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ചോദ്യം 16. 5 എന്ന സംഖ്യ പരിചയപ്പെടുത്താൻ 5 മൂർത്ത വസ്തുക്കൾ, ഉദാഹരണം മുത്തുകൾ, ഉപയോഗിക്കുന്നത് ഗണിതത്തിന്റെ ഏത് സ്വഭാവത്തെയാണ് മറികടക്കാൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ കൃത്യത, ഓപ്ഷൻ ബി സൂക്ഷ്മത, ഓപ്ഷൻ സി അമൂർത്ത സ്വഭാവം, ഓപ്ഷൻ ഡി ആത്മനിഷ്ഠത. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗണിതത്തിന്റെ അമൂർത്ത സ്വഭാവം അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് നേച്ചർ. ചോദ്യം 17. ഗണിത പഠനത്തിലൂടെ നേടുന്ന ഏത് മൂല്യമാണ് ശാസ്ത്രീയ മനോഭാവം അല്ലെങ്കിൽ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് വളർത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ സാംസ്കാരിക മൂല്യം, ഓപ്ഷൻ ബി സാമൂഹിക മൂല്യം, ഓപ്ഷൻ സി സൗന്ദര്യാത്മക മൂല്യം, ഓപ്ഷൻ ഡി മനഃശിക്ഷണ മൂല്യം. ഇതിലെ ശരി ഉത്തരം ഓപ്ഷൻ ഡി മനഃശിക്ഷണ മൂല്യം അല്ലെങ്കിൽ ഡിസിപ്ലിനറി വാല്യൂ. ഗണിത പഠനത്തിലൂടെ നേടുന്ന ഡിസിപ്ലിനറി വാല്യൂ അല്ലെങ്കിൽ മനഃശിക്ഷണ മൂല്യമാണ് കുട്ടികളിലെ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് വളർത്താൻ സഹായിക്കുന്നത്. ചോദ്യം 18. എല്ലാം ഗണിതമാണ്, നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം സംഖ്യകളാണ് എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ പൈതഗോറസ്, ഓപ്ഷൻ ബി ശകുന്തളാദേവി, ഓപ്ഷൻ സി രാമാനുജൻ, ഓപ്ഷൻ ഡി ഭാസ്കരാചാര്യർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശകുന്തളാദേവിയാണ്. എല്ലാം ഗണിതമാണ്, നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം സംഖ്യകളാണ് എന്നാണ് ശകുന്തളാദേവി പറഞ്ഞത്. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഗണിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇതാണ് ശകുന്തളാദേവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല
നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കെപ്പോഴും ആവശ്യമായ ഒരു കാര്യം ഗണിതമാണ്, അല്ലെങ്കിൽ ചുറ്റും ഗണിതമുണ്ട്. നമ്മളിപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്പറുകൾ കാണാം, ഷേപ്പുകൾ കാണാം, ഇതെല്ലാം ഗണിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചോദ്യം 19. മനുഷ്യബുദ്ധിയെ അല്ലെങ്കിൽ IQ അളന്ന് തിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഫോർമുല ഗണിതവും ഏത് വിഷയവുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഭൗതികശാസ്ത്രം, ഓപ്ഷൻ ബി ചരിത്രം, ഓപ്ഷൻ സി മനഃശാസ്ത്രം, ഓപ്ഷൻ ഡി രസതന്ത്രം. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി. ഗണിതത്തിന് എല്ലാ വിഷയങ്ങളുമായിട്ടും ബന്ധമുണ്ട്. ഭൗതികശാസ്ത്രമാണെങ്കിലും ചരിത്രമാണെങ്കിലും രസതന്ത്രമാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഗണിതം ബന്ധപ്പെട്ടിരിക്കുന്നു. ചോദ്യം 20. ഏത് തൊഴിൽ സ്വീകരിക്കുമ്പോഴും ആവശ്യമായ സൂക്ഷ്മത, വേഗത, ചിട്ട എന്നിവ കുട്ടികൾ വളർത്താൻ ഗണിത പഠനത്തിലൂടെ സാധിക്കുന്നത് ഏത് മൂല്യത്തിൻ്റെ ഉദാഹരണമാണ്? ഓപ്ഷൻ എ തൊഴിൽപരമായ മൂല്യം, ഓപ്ഷൻ ബി ദേശീയ മൂല്യം, ഓപ്ഷൻ സി സാമൂഹിക മൂല്യം, ഓപ്ഷൻ ഡി സാംസ്കാരിക മൂല്യം. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ എ തൊഴിൽപരമായ മൂല്യം അല്ലെങ്കിൽ വൊക്കേഷണൽ വാല്യൂ. ഏത് ജോലിയാണെങ്കിലും നമുക്ക് ആവശ്യമായ ഗുണങ്ങൾ ആണ് സൂക്ഷ്മത, വേഗത, ചിട്ട എന്നിവ. ഇത് ഗണിത പഠനത്തിലൂടെയാണ് നമുക്ക് കൂടുതലായിട്ട് കുട്ടികളെ വളർത്താൻ സാധിക്കുന്നത്. സോ ഗണിതശാസ്ത്രത്തിൻ്റെ സ്വഭാവവും ഘടനയും എന്ന മോഡ്യൂളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും MCQ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത് കേട്ടതിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇത് പഠിച്ചു വെക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.